കടപ്ര തട്ടക്കാട് പ്രവർത്തിച്ചു വരുന്ന ബിറ്റുമിൻ ടാർ മിക്സിംഗ് പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരസമിതി പ്ലാന്റ് കവാടം ഉപരോധിച്ചതിനെ തുടർന്ന് പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെച്ചു. പ്രദേശവാസികളുടെ ശക്തമായ സമരത്തെ തുടർന്ന് 25-ന് ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി പ്ലാന്റിന് നൽകിയ അനുമതി റദ്ദാക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല. രാവിലെ പ്ലാന്റ് പ്രവർത്തനം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ജനങ്ങൾ സംഘടിക്കുകയും പ്ലാന്റിലേക്കുള്ള വഴി ഉപരോധിക്കുകയും ചെയ്തു. പ്ലാന്റിനുള്ളിലേക്ക് ലോഡ് കയറ്റാനെത്തിയ വാഹനം തടഞ്ഞ ആളുകൾ വഴിക്ക് നടുവിൽ അടുപ്പുകൂട്ടി സമരം കഞ്ഞിവെക്കാനും ആരംഭിച്ചു. തുടർന്ന് 10ാം വാർഡ് മെമ്പർ മുകേഷ് മുരളി നേരിട്ട് പഞ്ചായത്തിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നോട്ടീസ് വാങ്ങി സമരസമിതിക്കും കോയിപ്പുറം പോലീസിനും നൽകി. പ്ലാന്റിന് നൽകിയ അനുമതി റദ്ദാക്കാതിരിക്കുവാൻ കാരണമുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് പഞ്ചായത്ത് നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ ആരംഭിച്ച ഉപരോധ സമരം 12 മണിയോടെ അവസാനിപ്പിച്ച് ജനങ്ങൾ പിരിഞ്ഞുപോയി. കടപ്ര തട്ടക്കാട്ട് ബിറ്റുമിൻ പ്ലാന്റ് മലിനീകരണ വിരുദ്ധ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധത്തിന് ചെയർമാൻ ബിജു കുഴിയിടത്തിൽ, കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സംസ്ഥാന ജനറൽ കൺവീനർ എസ് രാജീവൻ, പരിസ്ഥിതി പ്രവർത്തകൻ KM തോമസ്, സമരസമിതി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജെസി സജൻ, ട്രഷറർ ശ്രീകല ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമരത്തിന് പിന്തുണയുമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനീഷ് കുന്നപ്പുഴ, CPIM ഏരിയ കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ AK, BJP ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ദീപാജി നായർ, സെക്രട്ടറി രഘുവരൻ കോയിപ്രം, SUCI കമ്മ്യൂണിസ്റ്റ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബിനു ബേബി, ജില്ലാ കമ്മിറ്റി അംഗം ശരണ്യ രാജ് എന്നിവരും എത്തിയിരുന്നു. അതേസമയം DYFA ഇരവിപേരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിറ്റുമിൻ പ്ലാന്റ് സ്റ്റോപ്പ് മെമ്മോ എത്രയും വേഗം നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. ബ്ലോക്ക് സെക്രട്ടറി NS രാജീവ്, ജില്ലാ കമ്മിറ്റി അംഗം മനീഷ് കുന്നപ്പുഴ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാഹുൽ ഗോപി, വനമാലി ശർമ്മ, ജെയ്സൺ ജോസ്, സിബി കുമ്പനാട്, മിഥുൻ പുറമറ്റം, ജിൻസൺ കുമ്പനാട്, ഷൈൻ കുമ്പനാട് എന്നിവർ പങ്കെടുത്തു. 12 വർഷമായി കടപ്രയിൽ പ്രവർത്തിച്ചു വരുന്ന പ്ലാന്റിനെതിരെ വർഷങ്ങളായി ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. പ്രദേശവാസികൾ അതിരൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തുകയും പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ വസ്തുതകൾ മറച്ചുവെച്ച നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് പ്ലാന്റ് ഉടമ അനുമതി നേടിയെടുക്കുന്നു എന്ന വാദം ഉയർത്തുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇക്കാലം അത്രയും. എന്നാൽ അനിശ്ചിതകാല സമരവുമായി പ്രദേശവാസികൾ പ്ലാന്റിന് മുന്നിൽ പന്തൽ കെട്ടി പ്രതിഷേധ സമരം ആരംഭിച്ചു. മെയ് 24-ന് പ്ലാന്റ് പടിക്കലേക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. ശക്തമായ സമരവുമായി മുന്നോട്ടു പോയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ സമരസമിതി ജൂൺ 22-ന് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. പൊതുപ്രവർത്തകനായ ജോസഫ് C. മാത്യു ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ടെത്തി. നിരവധി സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതി പ്രവർത്തകരും സമരത്തിന് പിന്തുണയർപ്പിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്ന ധർണയിൽ സമരപ്പന്തലിൽ എത്തിച്ചേർന്നിരുന്നു. അനിശ്ചിതകാല സമരം 85 ദിവസം എത്തിയപ്പോഴാണ് ഭാഗിക വിജയമെന്ന് അവകാശപ്പെടാവുന്ന തരത്തിൽ പഞ്ചായത്ത് പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ സ്വാഭാവിക നടപടി എന്ന നിലയിലാണ് പഞ്ചായത്ത് പ്ലാന്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്ലാന്റ് പൂർണ്ണമായി പ്രവർത്തനം അവസാനിപ്പിച്ച് ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തിരിച്ചു പിടിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി ചെയർമാൻ ബിജു കുഴിയിടത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ജൂലൈ 3, 2024 സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്ലാന്റിന്റെ ഗേറ്റ് തടഞ്ഞതിനെ തുടർന്ന് ബിറ്റുമൻ ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ ലൈസൻസ് റദ്ദാക്കി പഞ്ചായത്ത് ഒടുവിൽ നോട്ടീസ് നൽകി. കോയിപ്പുറം പഞ്ചായത്തിലെ കടപ്ര, തട്ടക്കാട്, കുമ്പനാട് എന്നിവിടങ്ങളിലെ ജനങ്ങൾ സന്തുഷ്ടരാണെന്നത് തീർച്ചയായും ഒരു ന്യൂനതയാണ്. ഏറ്റവും പ്രധാനമായി മറ്റ് പതിവ് രീതികളും അഭ്യർത്ഥനകളും പ്രവർത്തിക്കാത്ത ഗാന്ധിജിയുടെ തത്വങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. നിരവധി നല്ല ആളുകൾ ഒരു നിർണായക നിമിഷത്തിൽ എല്ലാത്തിനും ഒരേ സമയം ഞങ്ങളെ സഹായിച്ചു. അതിനായി അഗാധമായ നന്ദിയോടെ ഞങ്ങളുടെ വലിയ നന്ദി അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.